വെൽക്കം ബാക്ക് ടു എവറി വൺ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മഹാത്മാഗാന്ധിയെക്കുറിച്ചാണ്. ഗാന്ധിജിയെ നമുക്കെല്ലാവർക്കും അറിയാം. എഡ്യൂക്കേഷൻ ഈസ് ദ ഓൾ റൗണ്ട് ഡ്രോയിങ് ഔട്ട് ഓഫ് മൈൻഡ്, ബോഡി ആൻഡ് സ്പിരിറ്റ്. ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ മൈൻഡ്, ബോഡി, സ്പിരിറ്റ്, അല്ലെങ്കിൽ ഒരു ചൈൽഡിൻ്റെ മൈൻഡ്, ബോഡി, സ്പിരിറ്റ് എന്നിവയുടെ ഹോളിസ്റ്റിക് ഡെവലപ്മെൻ്റ് ആണ് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള ഡെഫിനിഷനാണ് മഹാത്മാഗാന്ധി എഡ്യൂക്കേഷന് കൊടുത്തിട്ടുള്ളത്. അപ്പം ഒരു കുട്ടിയുടെ എല്ലാ സ്കിൽസും എബിലിറ്റീസും ഡ്രോ ഔട്ട് ചെയ്യണം, പുറത്തേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ്റെ കർത്തവ്യം. അക്കാഡമിക് നോളജ് മാത്രം പോരാ. കോർ പ്രിൻസിപ്പിൾസ് നോക്കിക്കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ഇസ് എ മീൻസ് ടു ഫോസ്റ്റർ ഓവറോൾ ഗ്രോത്ത് അല്ലെങ്കിൽ ഹോളിസ്റ്റിക് ഗ്രോത്ത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അത് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സ്പിരിച്വൽ ആസ്പെക്ട്സിൽ എല്ലാത്തിനെയും ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെൻ്റ് ആയിരിക്കണം. എഡ്യൂക്കേഷൻ്റെ ലക്ഷ്യം, ഗോൾ എന്ന് പറയുന്നത് കൾട്ടിവേറ്റ് വെൽ റൗണ്ടഡ് ഇൻഡിവിജ്വൽസ് വിത്ത് ബാലൻസ്ഡ് കേപ്പബിലിറ്റീസ്. വെൽ റൗണ്ടഡ് ഇൻഡിവിജ്വൽസ്, ഫിസിക്കലി, മോറലി, സ്പിരിച്വലി, മെൻ്റലി, സൈക്കോളജിക്കലി വെൽ റൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ഡെവലപ്പ് ചെയ്തെടുക്കുക. ബാലൻസ്ഡ് കേപ്പബിലിറ്റീസ് ആയിരിക്കണം, അതായത് എല്ലാ കേപ്പബിലിറ്റീസും ഉള്ള ഒരാളായിരിക്കണം. ഇനി ടീച്ചിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്, കരിക്കുലത്തിൽ നമ്മൾ ലൈഫ് സ്കിൽസും ക്യാരക്ടർ ബിൽഡിങ്ങുമാണ് കൊടുക്കേണ്ടത്. അതുപോലെ ലേണിംഗ് എക്സ്പീരിയൻസസ് കൊടുക്കേണ്ടത് എൻഗേജ് ബോഡി ആൻഡ് മൈൻഡ് ആൻഡ് സ്പിരിറ്റ്, അതായത് ബോഡി ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കണം, അതുപോലെ നോളജ് ഉണ്ടായിരിക്കണം, പിന്നെ വാല്യൂസ് എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കണം. അങ്ങനെയാണ് ബോഡി, മൈൻഡ്, സ്പിരിറ്റിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. ഇന്നേറ്റ് പൊട്ടൻഷ്യൽസ് ആൻഡ് എബിലിറ്റീസ്, ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകൾ അല്ലെങ്കിൽ കുട്ടിക്ക് പോലും അറിയാൻ പറ്റാത്ത സ്കിൽസ് ഉണ്ടാവും. അത് ടീച്ചർ മനസ്സിലാക്കി അതിനെ നർച്ചർ ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് മഹാത്മാഗാന്ധി അഡ്വക്കേറ്റ് ചെയ്യുന്നത്. ഗാന്ധിയുടെ ട്രൂ എഡ്യൂക്കേഷൻ ആൻഡ് ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് എന്ന കോൺസെപ്റ്റിൽ അദ്ദേഹം ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ് ത്രൂ ആക്ഷൻ ആൻഡ് റിയൽ ലൈഫ് എക്സ്പീരിയൻസസിലൂടെയും അതുപോലെ ആക്ടിവിറ്റീസിലൂടെയും ആക്ഷനിലൂടെയും ഈ 3 ഡെവലപ്മെൻറ്റ്, ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ് കൊടുക്കണം. അങ്ങനെ മാത്രമേ ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് പോസിബിൾ ആകുള്ളൂ എന്നാണ് ഗാന്ധിജിയുടെ വിശ്വാസം. ലേണിംഗ് ഷുഡ് ബി ഇൻ്റർ കണക്റ്റഡ് ആയിരിക്കണം. ദാറ്റ് ഈസ് എല്ലാ സബ്ജക്ട്സ് തമ്മിലും ഇൻ്റർ കണക്ഷൻ ഉണ്ടാവണം. ലേണിംഗ് ഇൻ്റർ കണക്ഷൻ ആവണം. കോൺക്രീറ്റ് ആയിരിക്കണം. ലേണിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും മറന്നു പോകരുത് കുട്ടികൾ പഠിക്കുന്നത്. അതുപോലെ പ്രോബ്ലം സോൾവിങ് ആയിരിക്കണം. ലൈഫിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസും കുട്ടികൾക്ക് സോൾവ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് എഡ്യൂക്കേഷനിലൂടെ. അങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കണം. പിന്നെ കുട്ടിയുടെ സോഷ്യൽ ആൻഡ് കൾച്ചറൽ എൻവയോൺമെൻറ്റിനെ റിലേറ്റ് ചെയ്യണം. അത് പുസ്തകം മാത്രം പഠിച്ചാൽ പോരാ, മറിച്ച് സോഷ്യൽ കൾച്ചറൽ എൻവയോൺമെൻറ്റ്. അതിപ്പോൾ കുട്ടി സ്കൂളിൽ നിന്ന് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അവനൊരു സൊസൈറ്റി ഉണ്ട്, അവനൊരു കൾച്ചറുണ്ട്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കരിക്കുലം, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആയിരിക്കണം അവന് കിട്ടുന്നത്. പിന്നീട് മാതൃഭാഷ, മദർ ടങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്, മദർ ടങ്ങിലൂടെയാണ് കുട്ടിയെ പഠിപ്പിക്കാൻ. മീനിങ് ഫുൾ ലേണിംഗ് നടക്കണമെങ്കിൽ മദർ ടങ് തന്നെ വേണം എന്നാണ് മഹാത്മാഗാന്ധിയുടെ പക്ഷം. നമുക്ക് പ്രീ ബേസിക് എഡ്യൂക്കേഷനെ കുറിച്ച് പഠിക്കാം. അതായത് നമ്മുടെ സെക്ഷനാണ്. അതായത് നമ്മൾ പ്രീ പ്രൈമറിയെ കുറിച്ചാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പ്രീ സ്കൂൾ എഡ്യൂക്കേഷനിൽ അദ്ദേഹം പറഞ്ഞത് 7 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ അത് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. അതുപോലെ ഫസ്റ്റ് ലേണിംഗ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് സ്വന്തം വീട് തന്നെയാണ്. അപ്പം പാരൻസിൽ നിന്നും കുട്ടികൾ പഠിക്കുന്നത് പിന്നീട് അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനും സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടണം. അതുമാത്രമല്ല കൊളാബറേഷൻ ബിറ്റ്വീൻ ടീച്ചേഴ്സ് ആൻഡ് പാരൻസ് ഉണ്ടായിരിക്കണം. ടീച്ചേഴ്സ് ആൻഡ് പാരൻസ് തമ്മിൽ, സെക്കൻഡ് പാരൻസ് ആണല്ലോ ടീച്ചേഴ്സ് എന്ന് പറയുന്നത്, അപ്പം ആ ഒരു കൊളാബറേഷൻ ഉണ്ടാവണം പാരൻസുമായിട്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എഡ്യൂക്കേഷൻ്റെ അഫോർഡബിലിറ്റി. എല്ലാ രക്ഷകർത്താക്കൾക്കും ഈസി ആയിട്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന, അധികം ഫീസ് ഈടാക്കാതെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതുപോലെ അക്സസിബിൾ ആയിരിക്കണം. വെച്ചാൽ അത്
സിറ്റി ഏരിയാസിൽ, ടൗൺ ഏരിയാസിലാണെങ്കിലും റൂറൽ ഏരിയാസിലാണെങ്കിലും റിമോട്ട് ഏരിയാസിലാണെങ്കിലും ഒക്കെ എഡ്യൂക്കേഷൻ എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റണം. പ്ലേ ബേസ്ഡ് ആയിരിക്കണം. അതുപോലെ ക്രിയേറ്റിവിറ്റി എൻകറേജ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഉണ്ടാവണം. ആക്റ്റീവ്ലി എൻഗേജിങ് ആയിരിക്കണം കുട്ടികൾ. ഇത്രയുമാണ് ഗാന്ധിജി പറയുന്നത്. പിന്നെ സെൽഫ് സഫിഷ്യൻസി ആൻഡ് ഇൻഡിപെൻഡൻസ് ഫ്രം ചെറിയ കാലം ഏർലി സ്റ്റേജിൽ തന്നെ സെൽഫ് സഫിഷ്യൻസിയും ഇൻഡിപെൻഡൻസും, അതായത് സ്വന്തം കാലിൽ നിൽക്കാൻ കുട്ടികളെ പഠിപ്പിക്കുക, സ്വയം പര്യാപ്തത എന്നുള്ളതാണ്. അതുപോലെ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം എന്താണെന്ന്, സ്വതന്ത്രമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള കഴിവ് കുട്ടികളിൽ ഉണ്ടാക്കണം. അപ്പോൾ ഗാന്ധിജി അതിന് വേണ്ടിയിട്ട് ഈ ബേസിക് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് ഒരു വൊക്കേഷണൽ എഡ്യൂക്കേഷൻ കൂടെ, ഏതെങ്കിലും ഒരു തൊഴിലും കൂടെ സ്കൂളുകളിൽ വിദ്യാഭ്യാസം അല്ലെങ്കിൽ കോളേജുകളിൽ, തുടർന്ന് കോളേജുകളിലും ഒക്കെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം കൊണ്ടുവരണമെന്ന് ഗാന്ധിജി അന്ന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇത് കരിക്കുലം ആൻഡ് മെത്തഡോളജി. കരിക്കുലം എന്ന് പറയുന്നത് ക്രാഫ്റ്റ് വർക്ക്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത് നേരത്തെ. തൊഴിലധിഷ്ഠിതം ഉദ്ദേശിച്ചത് ക്രാഫ്റ്റ് വർക്കുകളും അതുപോലെ ആക്ടിവിറ്റി ബേസ്ഡ് ലേണിങ്ങും ഒക്കെ ഉണ്ടാവണം. ക്രാഫ്റ്റ് എന്നൊക്കെ പറയുന്നത് ഇപ്പോഴത്തെ കാലഘട്ടമാണ്. നമുക്കറിയാം ഇപ്പോൾ ക്രാഫ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കറിയാം. മറിച്ച് അന്നത്തെ കാലഘട്ടത്തിൽ ഒരു ക്രാഫ്റ്റോ ഒരു കൈത്തൊഴിലോ പഠിച്ചിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രാക്ടിക്കൽ സ്കിൽസും റിയൽ ലൈഫ് ടാസ്കുകളും ഉള്ള കരിക്കുലം ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. കുട്ടിയുടെ ഡെയിലി ലൈഫിലെ റെലവൻസ്, ആപ്ലിക്കബിലിറ്റി അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷനാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ബുക്സിൽ ഹെവി ആയിട്ട് കുട്ടികൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് കുറച്ചിട്ട് യങ് ചിൽഡ്രൻ ടീച്ചേഴ്സ് ഷുഡ് പ്രിഫർ ഓറൽ ടീച്ചിങ്. അതുപോലെ ടു അവോയ്ഡ് അബ്സ്ട്രാക്റ്റ് ഓവർലോഡ്. ഈ ടെക്സ്റ്റ് ബുക്ക് ഓവർലോഡ് ചെയ്ത് കൊടുക്കുന്നതിന് പകരം ടീച്ചേഴ്സ് ഓറൽ ടീച്ചിങ്, അതായത് ഐഡിയാസ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താൽ മതി കുട്ടികൾക്ക്. അതായത് ടെക്സ്റ്റ് ബുക്കിനോടുള്ള ഒരു റിലയൻസ് അല്ലെങ്കിൽ അവരുടെ ഡിപ്പെൻഡൻസി കുറയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ആ ഒരു റിലയൻസ് അല്ലെങ്കിൽ ആ ഒരു ഡിപ്പെൻഡൻസി ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടിയും ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. ടീച്ചറിൻ്റെ റോള്, ടീച്ചർ ഷുഡ് ബി ലൈക്ക് മദേഴ്സ്. നഴ്ച്ചറർ ആയിരിക്കണം. കുഞ്ഞുങ്ങളെ ഒരു അമ്മ എങ്ങനെയാണ് നഴ്ച്ചർ ചെയ്ത് കൊണ്ടുവരേണ്ടത് അതുപോലെ കൊണ്ടുവരിക. വിത്ത് ലവ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. അവരെ മനസ്സിലാക്കുക, അവരെ സ്നേഹിക്കുക. ലക്ഷ്യം, ടീച്ചറിൻ്റെ ഗോൾ എന്ന് പറയുന്നത് ഹെൽപ്പ് ചിൽഡ്രൻ ഗ്രോ ഇൻ ടു ഇൻഡിപെൻഡൻറ്റ് ഇൻഡിവിജ്വൽസ്. ഇൻഡിപെൻഡൻറ്റ് ഇൻഡിവിജ്വൽസ് ആകാനായിട്ട് എന്തൊക്കെ സഹായമാണോ അവർക്ക് വേണ്ടത് അതെല്ലാം കൊടുത്ത് അവരെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. വാല്യൂസ് ടു ഇൻസ്റ്റിൽ, അവർക്ക് കൊടുക്കേണ്ട വാല്യൂസ് എന്തൊക്കെയാണ്? എംപതി, കൈൻഡ്നസ്, റെസ്പോൺസിബിലിറ്റി. അതുപോലെ അവർ തമ്മിൽ കൊളാബറേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ കൂടെ കൊടുക്കണം, അതും കൂടെ കൊടുക്കുക. മ്യൂച്വൽ റെസ്പെക്റ്റ്, അവർ തമ്മിൽ റെസ്പെക്റ്റ് ചെയ്യണം, കുട്ടികൾ തമ്മിൽ റെസ്പെക്റ്റ് ചെയ്യണം, അവർ തമ്മിൽ കൊളാബറേറ്റ് ചെയ്യണം, ഐഡിയാസ് കണ്ടെത്തണം, ഒന്നിച്ചിരുന്ന് ഡിസ്കസ് ചെയ്ത്. അതുപോലെ അപ്പം ഇതെല്ലാമാണ് ടീച്ചറിൻ്റെ റോള്. ഇതിനെല്ലാം ചെയ്തു കൊടുക്കുക. ടീച്ചർ ഷുഡ് ബി എ മോറൽ ഗൈഡ് പ്ലസ് ആൻ ഇൻ്റലക്ച്വൽ മെൻറ്റർ. ടീച്ചർ നല്ലൊരു ഗൈഡായിരിക്കണം, മോറൽ ഗൈഡും കൂടെ ആയിരിക്കണം. മോറൽ വാല്യൂസൊക്കെ ഗൈഡ് ചെയ്യുന്ന ഒരാളായിരിക്കണം. അതുപോലെ ഇൻ്റലക്ച്വൽ മെൻറ്റർ ആയിരിക്കണം, ബുദ്ധിപരമായിട്ട് കുട്ടികളെ മെൻറ്റർ ചെയ്യുന്ന ഒരാളും കൂടെ ആയിരിക്കണം. റിലീജിയസ് എഡ്യൂക്കേഷനിലോട്ട് വരാം. ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അവരുടെ ഐഡിയാസ് ഒന്നും കുട്ടികളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് പഠിപ്പിക്കുകയും വേണം. എത്തിക്കൽ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ള ദൈവത്തിൻ്റെ കോൺസെപ്റ്റുകൾ എത്തിക്കലായിട്ടുള്ള, അതായത് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം നന്മയുള്ളതായിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അതാണ് യൂണിവേഴ്സൽ വാല്യൂസ് പഠിപ്പിക്കുക. ട്രൂത്ത്, സത്യം, നോൺ വയലൻസ്, അഹിംസ, റെസ്പെക്ട് ഫോർ ഓൾ, ബഹുമാനിക്കുക, ആദരിക്കുക എല്ലാവരെയും. അതുപോലെ മോറൽ റെസ്പോൺസിബിലിറ്റി വിത്തൗട്ട് ലിങ്കിങ് ടു എനി റിലീജിയൻ. ധാർമ്മിക ഉത്തരവാദിത്വം പഠിപ്പിക്കണം, പക്ഷെ അതൊരു ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തമല്ല പഠിപ്പിക്കേണ്ടത്, മറിച്ച് ജനറലായിട്ട് ഒരു ധാർമ്മിക ഉത്തരവാദിത്തമുള്ള ഒരു സിറ്റിസണായിട്ട് കുട്ടിയെ കൊണ്ടുവരിക. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഐഡിയ ആണ് ഗാന്ധിജിയുടെ 3 H's, അതായത് 3 Hകൾ: ഹാർട്ട്, ഹാൻഡ്, ഹെഡ്. ഈ 3 കാര്യങ്ങളെയും കൂടെ ചേർത്താണ് 3 H's, 3 Hകൾ എന്ന് വിളിക്കുന്നത്. അപ്പം ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ
ഹാർട്ട് എന്ന് ഉദ്ദേശിക്കുന്ന ഇമോഷൻസ്, അതായത് ഇമോഷണൽ ബാലൻസ് ഉള്ളൊരു കുട്ടിയെ ഉണ്ടാക്കുമ്പോഴാണ് നല്ല ഹാർട്ടുള്ള ഒരു കുട്ടിയാവുന്നത്. അതുപോലെ ഹാൻഡ് എന്ന് പറഞ്ഞാൽ ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റീസ്, പ്രാക്ടിക്കൽ സ്കിൽസ്, ക്രിയേറ്റിവിറ്റി, ഇതൊക്കെയുള്ള കുട്ടികളെ നമ്മൾ നല്ല ഹാൻഡുള്ള കുട്ടികളെ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഇനി വരാൻ പോകുന്നത് ഹെഡാണ്. ഡെവലപ്പ് ഇൻ്റലക്ച്വൽ ക്യൂരിയോസിറ്റി ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്. നല്ല ക്രിട്ടിക്കൽ തിങ്കിങ്, നല്ല ഇൻ്റലക്ച്വൽ ക്യൂരിയോസിറ്റി ഉള്ള കുട്ടികളെ ഡെവലപ്പ് ചെയ്യുക എന്നതിലൂടെയാണ് മൂന്നാമത്തെ ഹെഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് കുട്ടികളുണ്ടായിക്കഴിഞ്ഞാൽ കുട്ടികൾ അവരുടെ മുന്നിലുള്ള ജീവിതത്തിനെ വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ആ കുട്ടികൾ തയ്യാറായി. അങ്ങനെ ലക്ഷ്യം വെച്ചുകൊണ്ട് വേണം എഡ്യൂക്കേഷനുമായിട്ട് മുന്നോട്ട് പോകേണ്ടത്. ഓക്കെ, താങ്ക് യു.